ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൈനാപ്പിൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കേക്കും അല്ല, പാൻ കേക്കും അല്ല, കപ്പ് കേക്കും അല്ല, പുഡിങ്ങും അല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ടെക്സ്ചറാണ് ഈ ഒരു സ്വീറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പേരിട്ട് വിളിക്കുക എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിരിക്കുകയാണ്. പക്ഷേ അടിപൊളി സ്വീറ്റാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ് റെഡിയാക്കാൻ. നമ്മളിത് ആവി ഒളിച്ചിട്ടാണ് ഈ ഒരു മധുരം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അധികം ചേരുവകളൊന്നും ചേർക്കാനില്ല, ഭയങ്കര ഈസിയാണ് റെഡിയാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിപൊളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നല്ല അടിപൊളിയാണെങ്കിൽ മാത്രമേ അടിപൊളി എന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ കൊണ്ടുള്ള ഈ ഒരു സ്വീറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പൈനാപ്പിൾ സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൈനാപ്പിൾ ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പൈനാപ്പിളിൻ്റെ മധുരവും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ കൂടുതൽ പുളിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കുക പഞ്ചസാര കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ പൈനാപ്പിൾ. അതിനായിട്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ വേറൊരു ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്കുള്ള ചേരുവകളാണ് ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ പൈനാപ്പിളും പഞ്ചസാരയും നമ്മൾ വേറെ കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ. ഞാൻ ഹണി പുഡിങ് റെഡിയാക്കിയിരുന്നില്ലേ എന്നാൽ അതിലേക്കുള്ള പാൻ കേക്കിൻ്റെ സെയിം റെസിപ്പി തന്നെയാണ് ഇതിലേക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ചേരുവകളാണ് ഞാൻ ഇപ്പോൾ ആദ്യം പറയുന്നത്. 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുക്കുന്നുണ്ട്. പിന്നെ 2 നുള്ള് ഉപ്പും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡ്രൈ ആയിട്ട് ചേരുവകൾ. ഇനി ഇതിലേക്കുള്ള വെറ്റായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചതാവരുത്. പിന്നെ 1 കപ്പ് പാല്, അതും റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. പിന്നെ 2 ടേബിൾ സ്പൂണ് ബട്ടറാണ്. ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് കളറിനായിട്ട് ഞാൻ ബദാം എസൻസ് ആണ് ചേർക്കുന്നത്. ആ ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ യെല്ലോ കളർ ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വാനില എസൻസ് ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്ക് പൈനാപ്പിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയതും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. നമ്മളത് ചൂടാക്കും തോറും ആ പൈനാപ്പിളിലെ വെള്ളമൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അത്യാവശ്യം നേരം നമ്മളത് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ പൈനാപ്പിൾ ആദ്യം കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടും. ഞാൻ മുമ്പ് പൈനാപ്പിൾ പുഡിങ് റെഡിയാക്കിയ സമയത്തും ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം, ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്കുള്ള ഡ്രൈ ആയിട്ടുള്ള ചേരുവകളെല്ലാം കൂടി ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. മൈദപ്പൊടി, പഞ്ചസാര, ഉപ്പ്, പിന്നെ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. പിന്നെ നമ്മളിതിലേക്കുള്ള പാൻ കേക്കിൻ്റെ ആ ബാറ്ററിയിൽ അധികം മധുരം ചേർക്കുന്നില്ല, കാരണം നമ്മൾ പൈനാപ്പിളിൽ അത്യാവശ്യം മധുരം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ പാൻ കേക്കിൻ്റെ ബാറ്ററി കുറച്ചുകൂടെ മധുരം ചേർക്കാം കേട്ടോ. എനിക്കിത് കറക്റ്റായിട്ടാണ് തോന്നിയത്. ഇനി നമുക്ക് വെറ്റായിട്ടുള്ള ചേരുവകൾ വേറൊരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട, പാല്, ബട്ടർ മെൽട്ടാക്കിയത് 2 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാൻ 2 ടേബിൾ സ്പൂൺ തന്നെ. പക്ഷേ ബട്ടറാണ് കുറച്ചുകൂടെ നല്ലത്, നല്ലൊരു ടേസ്റ്റ് കിട്ടാനും പിന്നെ സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാനൊക്കെ ബട്ടറാണ് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കേക്കും പാൻ കേക്കും കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട ആവശ്യമില്ല. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്വീറ്റിന് ഇതെല്ലാം കൂടി ചേർത്തൊരു ടെക്സ്ചറാണെന്ന്. ഇനി നമുക്കിതിലേക്കുള്ള ആ ഡ്രൈ ചേരുവകൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് മാക്സിമം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബദാം മിക്സ് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുന്നത് ഇതിന് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെനില എസൻസും കളറും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെനില എസൻസ് മാത്രം ചേർക്കാം. കളർ വേണ്ടെങ്കിൽ പ്ലെയിനായിട്ട് വെനില എസൻസ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ പേപ്പർ കപ്സ് വേണം, അല്ലെങ്കിൽ കപ്പ് കേക്കിൻ്റെ പേപ്പർ കപ്സ് എടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ നീളമുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കപ്പുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിൽക്കൺ മോൾഡ് എടുക്കാം. അങ്ങനെ ആവി ഒളിക്കാൻ പറ്റുന്ന പാത്രങ്ങളെല്ലാം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ മോൾഡ് ഒന്ന് ചെറുതായിട്ട്, ഇത് ഓയിലാണ്, സാധാ ഓയിലുണ്ട് വെജിറ്റബിൾ ഓയിലുണ്ട്, ഇതിൻ്റെ അകത്തൊന്ന് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാതെ നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആ ഷേപ്പിൽ പുറത്തേക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓയിൽ തേക്കാൻ വിട്ടു പോകരുത് കേട്ടോ. പിന്നെ സാധാ നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ഭയങ്കര തിന്നായിട്ടുള്ള പേപ്പർ കപ്സ് ഇല്ലേ, അത് യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മളിത് സ്റ്റീം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് സ്റ്റീം ചെയ്യുമ്പോൾ ആവിയുടെ വെള്ളം തട്ടിയിട്ട് അത് സോഫ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കപ്പുകൾ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പേപ്പർ കപ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സാധാ സ്റ്റീലിൻ്റെ മോൾഡുകളോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ബേക്കിംഗ് ട്രേയിലോ അങ്ങനെയൊക്കെ ആവി ഒളിച്ചെടുത്താൽ മതി. അതും അല്ലെങ്കിൽ സിൽക്കൺ മോൾഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പൈനാപ്പിൾ വേവിച്ച് വെച്ചത് ഇതുപോലെ 5 പേപ്പർ കപ്സിലേക്ക് ഇതുപോലെ ബേസ് ലെയർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് സെറ്റായിട്ട് കിടക്കണം അവിടെ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ, ഒരേ മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം, ആ പേപ്പർ കപ്സിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെ വരുമ്പോൾ പുറത്തേക്ക് പോകും. അപ്പോൾ ശരിക്കും പൈനാപ്പിൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ പൈനാപ്പിൾ എടുക്കുക, കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക പൈനാപ്പിളിൽ. പിന്നെ ഇത് ഏകദേശം പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. പക്ഷേ അതിൻ്റെ ടെക്സ്ചറൊക്കെ ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മളിതിൻ്റെ ബാറ്റർ കേക്ക് ബാറ്റർ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ടെക്സ്ചറും ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മളിത് ആവി ഒളിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്, അപ്പോൾ ആ ഒരു മെത്തേഡിലും അതും ഡിഫറെൻ്റ് ആണ്. പിന്നെ പൈനാപ്പിൾ ഇല്ലാതെ 3 പേപ്പർ കപ്സിൽ ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ തട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ 2 ലെയറുള്ള സ്റ്റീമറാണ്. കാരണം നമ്മൾക്കിപ്പോൾ ഇതെല്ലാം കൂടി ഒരൊറ്റ ലെയറിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. 2 ലെയറായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പേപ്പർ കപ്സ് നേരിട്ട് ഈ സ്റ്റീമറിലേക്ക് ഇറക്കി വെക്കുന്നതിന് പകരം ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഈ പേപ്പർ കപ്സ് ഈ ആവി തട്ടിയിട്ട് അത് ഒന്നേൽ നമ്മൾ ആ ഷേപ്പ് ഹോൾഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ പേപ്പർ കപ്സ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും തട്ട് വെച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ലെയറിൽ നമ്മുടെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള എല്ലാതും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിലെ ലെയറിൽ ഈ പൈനാപ്പിൾ ഇല്ലാത്തത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് നേരിട്ട് വെച്ച് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാം ഇങ്ങനെ നേരിട്ട് വെച്ച് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 20 മുതൽ 25 മിനിറ്റ് വരെയാണ്. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ സൈസും ആ ഒരു തിക്നെസ്സും ഇതൊക്കെ നോക്കിയിട്ട് വേണം ആ ഒരു ടൈം നോക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് നോക്കാം എങ്ങനെ വരുന്നുണ്ട് നോക്കാം. അപ്പോൾ ഇത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ടാവില്ല എന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവും, കാരണം ഇനിയും അത് പൊങ്ങി വരാനുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം അത് റെഡി ആയിട്ടുണ്ടോയെന്ന്. അകത്ത് നമ്മൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ റെഡി ആയിട്ടുണ്ടാവും.
അപ്പോൾ ഞാനിപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇതുപോലെ താഴെയുള്ളത് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, മുകളിലുള്ളത് താഴേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മുകളിലേക്ക് അധികം നമ്മൾ സ്റ്റീം എത്താത്തതുകൊണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും താഴേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴെയുള്ളത് ഏകദേശം റെഡി ആയതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ 2 തട്ടായിട്ട് നിങ്ങൾ ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. കണ്ടോ, താഴെയുള്ളതും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് വെക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഒട്ടി പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. ആ ആവി വെള്ളം അതിലേക്ക് ഒറ്റി വന്നിട്ടാണ്. അപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ റെഡിയാവും. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ, ഇനിയിപ്പോൾ കുറച്ച് തരി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മാവൊക്കെ വരുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ ഈ പേപ്പർ കപ്സ് നമ്മൾ സ്റ്റീമറിൽ നിന്ന് അപ്പോഴേ പുറത്തേക്ക് മാറ്റണം കേട്ടോ, അവിടെ തന്നെ വെക്കരുത്, അപ്പോൾ നനഞ്ഞു പോവും പേപ്പർ കപ്സ്. അപ്പോൾ ഞാനിത് പുറത്തേക്ക് വെച്ചു. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ എണ്ണ തടവി കൊടുത്തുകൊണ്ട് സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിക്കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ ചൂടാറിയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം പൈനാപ്പിളിൻ്റെ ആ മധുരമാണ് കൂടുതൽ ഇതിൽ ഉള്ളത്. നമ്മൾ പാൻ കേക്കിൻ്റെ ബാറ്ററിൽ അധികം മധുരം ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് പൈനാപ്പിൾ ചേർക്കാത്തതാണ്. അപ്പോൾ ഇത് അധികം മധുരമില്ല, കാരണം നമ്മൾ പാൻ കേക്കിൻ്റെ ബാറ്ററിൽ അധികം മധുരം ചേർത്തിട്ടില്ല. അപ്പോൾ നോർമൽ മധുരമാണ് ഈ ഒരു മിക്സ്ചറിനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ സ്വീറ്റ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചല്ല കേട്ടോ, പുറത്ത് വെച്ചിട്ട് തന്നെ തണുപ്പിച്ചതാണ്. നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഈ ഒരു പേപ്പർ കപ്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നല്ല ടേസ്റ്റാണ്. ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണിത് മൊത്തം, നല്ലൊരു ഫ്ലേവറാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനിത് ആക്ച്വലി വിചാരിച്ചിരുന്നത് ഇത് ബേക്ക് ചെയ്തെടുക്കാമെന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ബേക്ക് ചെയ്യുമ്പം പലർക്കും ഓവൻ ഉണ്ടാവില്ല, പല പ്രശ്നങ്ങളും വരും. അപ്പോൾ അത് സ്റ്റീം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റീം ചെയ്തെടുത്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റീം ചെയ്തതുകൊണ്ട് തന്നെ. ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചറല്ല, പാൻ കേക്കിൻ്റെ ടെക്സ്ചറല്ല, പുഡിങ്ങിൻ്റെ ടെക്സ്ചറല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വേറെ എന്തോ കഴിക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ടെക്സ്ചർ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അത്രയും സോഫ്റ്റാണ്. പിന്നെ നമുക്ക് ഒട്ടും തന്നെ മടുപ്പ് വരാത്തൊരു ടേസ്റ്റാണ് ഈ ഒരു സ്വീറ്റിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം പൈനാപ്പിളൊക്കെ നാട്ടിലുള്ളവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ ഞാൻ വാട്സപ്പിൽ അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും വാട്സപ്പിലൂടെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പം കഴിയുമെങ്കിൽ ഷെയർ ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. ഓക്കെ, താങ്ക്